സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി സർ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? സാറിന് ഞങ്ങളുടെ കൂടെ പോരായിരുന്നില്ലേ? കഴിയുന്നത് ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അത് സ്വന്തം മകളാണെങ്കിൽ പോലും. അതായിപ്പോൾ എൻ്റെ തീരുമാനം. സിദ്ധു വന്നത് എന്തിനാണെന്നറിയോ? ആ വീട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാ. ഏത് വീട്? നമ്മുടെ വീട്. തങ്കച്ചി കയ്യേറിയ നമ്മുടെ വീട്. അങ്ങനെ ആ വീട് പിടിച്ചെടുക്കാനൊന്നും അവർക്ക് അധികാരമില്ല സർ. ഈ നാട്ടില് നിയമവും കോടതിയൊക്കെ ഉണ്ട്. അവര് കാണിച്ചത് ഗുണ്ടായുസമാണ്. അത് നമ്മൾ ചെറുക്കും. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. വീട് അവരുടെ കയ്യിലായി കഴിഞ്ഞു. അത് തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സാറ് കൂടുതലൊന്നും ചെയ്യണ്ട. എനിക്കൊരു വക്കാലത്ത് തരണം. എന്നിട്ട് ഞാൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്ന പേപ്പറിൽ ഒരു ഒപ്പിട്ട് തരണം. മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ആ വീട് എഴുതി കൊടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളതാ. മാത്രമല്ല, എഴുതിയും കൊടുത്തിട്ടുണ്ട്. ഒന്നാലോചിച്ചാൽ അവർ ചെയ്തതിൽ തെറ്റൊന്നുമില്ല. തെറ്റുണ്ട് സർ. സാർ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ ചില രീതികളൊക്കെ ഉണ്ട്. അത് പാലിക്കാനുള്ള ബാധ്യതയും അവർക്കുണ്ട്. അത് തെറ്റിച്ചാൽ നമുക്ക് ആക്ഷൻ എടുക്കാം. ഒരു വഴക്ക് ഞാൻ തൽക്കാലം ഇല്ല. എന്ത് ചെയ്യാനും മടിക്കാത്തൊരു സ്ത്രീയാണ് സീതാലക്ഷ്മി. ഒരു തവണ ഞാൻ അവരുടെ മുമ്പിൽ നാണം കെട്ടതാണ്. ഇനിയും അത് ആവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. 100% വിജയിക്കാൻ പറ്റുന്ന ഒരു കേസാണെന്നാ സിദ്ധു പറയുന്നത്. എന്തിനാ സാറേ നമ്മളെല്ലാവരും തങ്കച്ചി കാരണം കഷ്ടപ്പെടുന്നത്? കാശ് കൊടുക്കില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. പക്ഷെ വീട് തിരികെ കിട്ടണം. സാർ ഒന്നും അറിയണ്ട, എല്ലാം ഞങ്ങൾ ചെയ്തോളാം. ദേ, ഇതാണ് വക്കാലത്ത്. ഇതിലൊരു ഒപ്പിടണം. പിന്നെ ഇതിന്റെ അടിയിലിരിക്കുന്ന പരാതിയിലും. കളക്ടർക്കാണല്ലോ പരാതി. അദ്ദേഹത്തിന് ഈ കേസിൽ ഇടപെടാൻ പറ്റുമോ? സർ, കളക്ടർ RDOക്ക് ഫോർവേഡ് ചെയ്യും. RDO ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ നടക്കുമോ? നടക്കും സർ. അതുകൊണ്ടല്ലേ വന്നത്. നാളെ ഇതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? ഒന്നും ഉണ്ടാവില്ല സർ. അതിന് ഞാൻ ഗ്യാരണ്ടി. സാർ ഒപ്പിട്.